ഹരേ കൃഷ്ണ. ഉത്തരകാണ്ഡമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവാന്റെ വിഷമം, സീതാദേവി കൊട്ടാരത്തിൽ നിന്ന് വനവാസത്തിൽ ദേവി അയച്ചതിലുള്ള ഭഗവാന്റെ ആ വിഷമവും, അതുപോലെ ഒരു ശ്വാനൻ അയോധ്യയിൽ വന്നിട്ട് ശ്വാനനുമായിട്ടുള്ള ആ സംഭാഷണവുമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അതുപോലെ തന്നെ മറ്റ് 2 വീഡിയോകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. ജന്മാഷ്ടമി വരുന്നു, അത് പ്രമാണിച്ചുള്ള ഭഗവാന്റെ തിരുവവതാരവും അതുപോലെ പൂജാസമയവും. ആ വീഡിയോകളൊക്കെ തന്നെ എല്ലാവരും കാണണം. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇനി നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോകാം. ഉത്തരകാണ്ഡത്തിലെ ശ്രീരാമൻ സഭയിലുണ്ട്. മിത്രങ്ങളും മന്ത്രിമാരും എത്തിയിട്ടുമുണ്ട്. ലക്ഷ്മണൻ സഭയിൽ വന്നു. ശ്രീരാമനെ വന്ദിച്ചിട്ട് പറഞ്ഞു, ഗംഗാതീരത്ത് ഭാർഗവരാമൻ എത്തിയിട്ടുണ്ട്. ജ്യേഷ്ഠനെ കാണാൻ ആഗ്രഹിക്കുന്നു. വേഗം കൂട്ടിക്കൊണ്ടുവരൂ. ഗോപുരത്തിൽ എന്തിനു വൈകിച്ചു? മഹാഭാഗ്യമാണ് ഇന്ന് മുനിദർശനം. ശ്രീരാമൻ്റെ ആജ്ഞയനുസരിച്ച് ശിഷ്യന്മാരോടൊത്ത് മുനി കടന്നു വന്നു. രഘുപതി എഴുന്നേറ്റ് വന്നിച്ചു. അർഘ്യപാദാദികൾ നൽകി പൂജിച്ചു. ഭാർഗവൻ പറഞ്ഞു, ഒരു മഹാദുഃഖം അറിയിക്കുവാനാണ് വന്നത്. മുമ്പുള്ള രാജാക്കന്മാരെല്ലാവരും എനിക്ക് തൃപ്തി തോന്നുമാറ് കാര്യങ്ങളെല്ലാം നിറവേറ്റി. അങ്ങും ത്രിലോകജേതാവായ രാവണനെ വധിച്ചു, ലോകരക്ഷ ചെയ്തു. എന്നാൽ രാവണനേക്കാൾ ഉപദ്രവകാരികളായ മറ്റു പലരുമുണ്ട്. അതിലൊരുവനാണ് സത്യയുഗത്തിൽ മഹാബലവാനായ ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ മഹാബലവാൻ മധു എന്നൊരു ദൈത്യനുണ്ട്. ശിവഭക്തനായ മധു ശങ്കരൻ പ്രസാദമായി നൽകിയ ഒരു ശൂലം കൊണ്ട് ലോകം മുഴുവൻ ജയിച്ചു. ആ മധുവിന് രാവണഭഗിനിയായ കുംഭിനസിയിൽ ജനിച്ച ലവണൻ എന്ന ഒരു ദൈത്യനുണ്ട്. പൈതൃകമായി അവനും ശൈവശൂലം ലഭിച്ചിട്ടുണ്ട്. മധുരാപുരിയിൽ വാണുകൊണ്ട് ലവണൻ നിരന്തരം സജ്ജനഹിംസ ചെയ്യുന്നു. ലവണനെ വധിക്കാനുള്ള തന്ത്രം ആലോചിക്കണം. ശൂലവുമായി ലവണൻ യുദ്ധത്തിന് വന്നാൽ 3 ലോകങ്ങളിലും അവനെ ജയിക്കുവാൻ ആരുമില്ല. ലവണനുമായി അതിഭീകരമായ യുദ്ധം തന്നെ വേണ്ടിവരും. ലവണൻ്റെ മറ്റൊരു കാര്യം പറയാം, കേട്ടുകൊള്ളുക. സൂര്യവംശത്തിലെ മാന്ധാതാവ് എന്ന മഹാരാജാവ് ഇന്ദ്രനെ ജയിക്കാനായി സ്വർഗത്തിലെത്തി. മഹാബലവാനായ മാന്ധാതാവിനോട് യുദ്ധമില്ലാതെ കഴിയണമെന്നോർത്ത് ഇന്ദ്രൻ പറഞ്ഞു, അമരാവതിയുടെയും സ്വർഗീയ സമ്പത്തിൻ്റെയും പകുതി നൽകാം. അത് കേട്ട് മാന്ധാതാവ് പറഞ്ഞു, അത് വേണ്ട, എനിക്ക് ഇന്ദ്രനെ തോൽപ്പിച്ച് യശസ് നേടണം. അതുകൊണ്ട് അർദ്ധരാജ്യമൊന്നും എനിക്ക് വേണ്ട, സന്ധി ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. ഇന്ദ്രൻ ദേവതമാരെ വിളിച്ചുകൂട്ടി ആലോചിച്ചു, ഒരു വിദ്യ കണ്ടുപിടിച്ചു. ഒരു ദൂതൻ മുഖാന്തരം മാന്ധാതാവിനോട് പറഞ്ഞു, ഭൂലോകമെങ്കിലും കീഴടക്കിയിട്ട് വേണ്ടേ സ്വർഗം കീഴടക്കാൻ. ഭൂലോകത്തിൽ മധുരയിൽ രാവണ സഹോദരി കുംഭിനസിയുടെ പുത്രൻ ലവണൻ എന്നൊരു ദൈത്യനുണ്ട്. ലവണനെ തോൽപ്പിക്കാൻ ഒരാളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങ് ആദ്യം പോയി ലവണനെ ജയിച്ചിട്ട് വരൂ, അതിനുശേഷം ഇന്ദ്രനെ ജയിക്കാം. മാന്ധാതാവ് ഇതുകേട്ട് ലജ്ജിതനായി മധുരയിൽ വന്ന് ലവണനെ വെല്ലുവിളിച്ചു. ദൂതൻ ലവണൻ്റെ അടുത്തു ചെന്നിട്ട് പറഞ്ഞു, മാന്ധാതാ രാജൻ അങ്ങയോട് പടയ്ക്കായി വന്നിട്ടുണ്ട്. ഇതുകേട്ട് ലവണൻ കോപിച്ചു. കോപം കണ്ട് ദൂതൻ പേടിച്ചുപോയി. പറഞ്ഞയച്ച ദൂതനെ കാണാഞ്ഞ് മാന്ധാതാവ് യുദ്ധത്തിന് ചെന്നു. സൈന്യത്തെയും സേനാപതികളെയും നിരത്തി മാന്ധാതാവ് പുരത്തിലെത്തിയപ്പോഴേക്കും ലവണൻ ശൂലവുമായി ഇറങ്ങി വന്നു. മാന്ധാതാവ് രാജാവിനെ ലക്ഷ്യമാക്കി ശൂലം എറിഞ്ഞു. കുതിരയെയും തേരും സൈന്യവുമെല്ലാം തകർത്ത് ശൂലം മാന്ധാതാവിനെയും ഭസ്മമാക്കിയിട്ട് തിരികെ ലവണൻ്റെ കയ്യിലെത്തി. ലവണനെ വധിച്ച്
പൂർവികൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്തു. ലോകത്തെ രക്ഷിക്കണം. മുനിയുടെ വാക്കുകൾ കേട്ട് 3 അനുജന്മാരും കൈകൂപ്പിക്കൊണ്ട് രാമനോട് പറഞ്ഞു, ജ്യേഷ്ഠനും ലക്ഷ്മണനും വലിയ യുദ്ധങ്ങൾ പലതും ചെയ്ത് സൽകീർത്തി നേടി. ഇനി എനിക്കൊരവസരം നൽകണം. ലവണനെ വധിച്ച് ഞാൻ ത്രിഭുവനത്തിലും യശസ് സ്ഥാപിക്കും. ശത്രുഘ്നന്റെ വാക്കുകൾ കേട്ട് രാമൻ പുഞ്ചിരിച്ചു. എന്നിട്ട് അനുവാദം നൽകി. ഭാർഗവമുനി ശത്രുഘ്നോട് പറഞ്ഞു, വളരെ കരുതലോടെ വേണം ലവണനോട് യുദ്ധത്തിന് പോകാൻ. 20,000 മതയാനകളെ ഒരു ദിവസം കൊണ്ട് തിന്നുന്ന കരുത്തനാണ് ലവണൻ. ഭാർഗവമുനി യാത്ര പറഞ്ഞു മടങ്ങി. രാമനും അനുജന്മാരും ആലോചിച്ചു. രാമൻ പറഞ്ഞു, ശത്രുഘ്നെ മധുരയിലെ രാജാവായി നിശ്ചയിക്കുന്നു. ലവണനെ വധിച്ച് പ്രജകളെ പരിപാലിക്കുക. ലവണനെ വധിച്ചാൽ നീ മധുരാപുരിയിലെ രാജാവായി കഴിഞ്ഞു. ശത്രുഘ്നൻ തൊഴുകയോടെ പറഞ്ഞു, ജ്യേഷ്ഠനുള്ളപ്പോൾ അനുജൻ രാജാവാകുന്നത് എന്തിന്? രാമൻ പറഞ്ഞു, അനുജ, ഞാനും നീയും തമ്മിൽ എന്ത് ഭേദം? രാമനെ പ്രദക്ഷിണം വെച്ച് ശത്രുഘ്നൻ പുറപ്പെട്ടു. വൈഷ്ണവാസ്ത്രം ശത്രുഘ്നന് പ്രധാന ബാണമായി നൽകി. 1,00,000 ആനയും 1,00,000 തേരും വായുവേഗത്തിലോടുന്ന 1,00,000 കുതിരയും ശത്രുഘ്നോടൊപ്പം പോയി. സൈന്യങ്ങൾക്ക് കണക്കില്ല. വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട് ശത്രുഘ്ന സൈന്യം ആഷാഢം കഴിഞ്ഞ് ശ്രാവണം പിറന്നപ്പോഴേക്കും വാൽമീകിയുടെ തപോവനത്തിലെത്തി. ശത്രുഘ്നൻ മുനിയെ വന്ദിച്ചു. ശത്രുഘ്നെ കണ്ട് മുനിക്കും സന്തോഷമായി. ശത്രുഘ്നൻ പറഞ്ഞു, മഹർഷി, രാമൻ്റെ ആജ്ഞയനുസരിച്ച് ലവണാസുരനെ വധിക്കാൻ മധുരയിലേക്ക് പോവുകയാണ്. സൈന്യസമേതം ഇന്നത്തെ രാത്രി ആശ്രമത്തിൽ തങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. മുനി സന്തോഷപൂർവ്വം ബ്രഹ്മമന്ത്രം ജപിച്ചു. ശത്രുഘ്നും സൈന്യത്തിനുമുള്ള വാസസ്ഥാനങ്ങളും ഭക്ഷണപാനീയങ്ങളും തയ്യാറായി. രാത്രിയിൽ മുനിയും ശത്രുഘ്നും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സീതാദേവി 2 ആൺകുട്ടികളെ പ്രസവിച്ചു എന്ന് ശിഷ്യന്മാർ വന്ന് അറിയിച്ചത്. ഇത് ശത്രുഘ്നൻ അറിയേണ്ട, ഒളിച്ചു വെച്ചുകൊള്ളുക എന്ന് മുനി നിർദ്ദേശം നൽകി. പ്രഭാതത്തിൽ മുനി നദിയിൽ തർപ്പണം ചെയ്യുമ്പോഴാണ് ശിഷ്യന്മാർ സീതയുടെ പ്രസവ വിവരം വന്നു പറഞ്ഞതെന്നും ലവനെന്നും കുശനെന്നും പേരിടാൻ മുനി പറഞ്ഞയച്ചത് ആ സമയത്താണെന്നും ചില പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ഏതായാലും അന്നു രാത്രി പല കഥകളും പറഞ്ഞ് പ്രഭാതത്തിൽ മുനിയെ പ്രണമിച്ചിട്ട് ശത്രുഘ്നൻ ഭാർഗവാശ്രമത്തിലേക്ക് പോയി. പ്രഭാതത്തിൽ മധുരയിലെത്തി. ലവണൻ നായാട്ടു കഴിഞ്ഞ് ഭക്ഷണത്തിനുള്ള മൃഗങ്ങളെ തോളിൽ തൂക്കിക്കൊണ്ടുവരുമ്പോൾ ശത്രുഘ്നനും സൈന്യവും മധുരയിലെത്തി. അനന്തവിക്രമനായ ലവണൻ പറഞ്ഞു, ഈ വില്ലും അമ്പുമൊക്കെ വെറുതെയാണ്. നിന്നെപ്പോലെ എത്ര പേരെ ഞാൻ വധിച്ചിരിക്കുന്നു. ശത്രുഘ്നൻ പറഞ്ഞു, എന്തിനഹങ്കരിക്കുന്നു? നിന്റെ അമ്മാവൻ മഹാപ്രതാപി രാവണനെ എൻ്റെ ജ്യേഷ്ഠനാണ് വധിച്ചത്. ആ രാമൻ്റെ അനുജനാണ് ഞാൻ. നിന്റെ തലവെട്ടി ഞാൻ രാമൻ്റെ തിരുമുമ്പിൽ കൊണ്ടു ചെല്ലും. നീ കുറേ കാലമായി മനുഷ്യരെയും പശുക്കളെയും തിന്ന് മധുരയെ അശുദ്ധമാക്കുന്നു. ഞാൻ ഇന്നു നിന്നെ വധിച്ച് മധുരയെ ശുദ്ധമാക്കും. ലവണൻ അതികോപത്തോടെ പ്രതികരിച്ചു, നിന്റെ ജ്യേഷ്ഠൻ എൻ്റെ അമ്മാവനെ കൊന്നതറിഞ്ഞിട്ട് അമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കോപം ജ്വലിച്ചിരിക്കുകയാണ്. ആ കോപത്തോടെ ഇന്ന് ഞാൻ നിന്നെ വധിക്കും. മനുഷ്യക്കുട്ടി, നീ മരിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നതാണ്. നിന്റെ വംശക്കാർ ചിലരെ ഞാൻ കൊന്നിട്ടുണ്ട്. മാന്ധാതാവിനെ പുല്ലുപോലെയാണ് ഞാൻ കൊന്നുകളഞ്ഞത്. അമ്മാവനെ കൊന്നതിന് പ്രതികാരമായി ഇന്നു തന്നെ ഞാൻ നിന്നെ വധിച്ചിരിക്കും. ലവണൻ കൈ കൂട്ടിത്തിരുമ്മി പല്ലു കടിച്ചുകൊണ്ട് ശൂലമെടുക്കാൻ പോയി. കാര്യം മനസ്സിലാക്കിയ ശത്രുഘ്നൻ ചോദിച്ചു, വീമ്പിളക്കിയിട്ട് തിരിഞ്ഞോടുകയാണോ? ഇത് കേട്ട് കല്ല് തുള്ളിക്കൊണ്ട് ലവണൻ പാഞ്ഞെടുത്തു. കല്ലും മരവും കൊണ്ട് ശത്രുഘ്നന്റെ ശിരസിൽ ആഞ്ഞടിച്ചു. ശത്രുഘ്നൻ മൂർച്ഛിച്ചു വീണു. ലവണൻ ഭീകര ശബ്ദത്തിൽ അട്ടഹസിച്ചു. മൃഗഭാരവും തോളിലേറ്റി നീങ്ങുന്ന ലവണനു നേരെ ശത്രുഘ്നൻ വിഷ്ണുബാണം അയച്ചു. സ്ഥാവര ജംഗമങ്ങളും മേരുപർവ്വതവും ദിക്പാലകന്മാരും വിറച്ചു.
ഉൽക്കാബാണം പോലെ വിഷ്ണുബാണം ചീറിപ്പാഞ്ഞപ്പോൾ ദേവന്മാർ വിചാരിച്ചു അകാല പ്രളയമാണ് വരാൻ പോകുന്നതെന്ന്. ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു, ദേവന്മാരെ ഭയപ്പെടണ്ട, മധുകൈടഭന്മാരെ വധിക്കാൻ സ്വന്തം കൈകൊണ്ട് വിഷ്ണു നിർമ്മിച്ച ബാണം ശത്രുഘ്നൻ ലവണനെ വധിക്കാൻ വേണ്ടി പ്രയോഗിച്ചതാണ്. വിഷ്ണു അധിവാസം ചെയ്യുന്ന ആ ബാണത്തിൽ നിന്ന് ആർക്കും മോചനമില്ല. വിഷ്ണു ബാണത്തിൽ നിന്ന് ബ്രഹ്മാഗ്നി ജ്വലിക്കും. ഞാൻ ആഹാരം കഴിക്കട്ടെ, നിന്റെ കഥ കഴിച്ചേക്കാം എന്ന് ലവണൻ പറഞ്ഞപ്പോൾ, ഞാൻ ഇന്ന് ഉപവസിക്കുകയാണ്, ആ സമയത്ത് നീ ഭക്ഷിക്കുന്നത് ശരിയല്ല എന്ന് ശത്രുഘ്നൻ പറഞ്ഞു. രണ്ടാൾക്കും ഉപവസിച്ച് പടവെട്ടാം, അല്ലെങ്കിൽ വേണ്ട, വിശന്നുകൊണ്ട് യമലോകത്തേക്ക് പോകണ്ട. ഇത് കേട്ടതും ലവണൻ അതീവ കോപത്തോടെ ദുർജയ പ്രതാപനായി ശത്രുഘ്നെ വധിക്കാനായി കുതിച്ചെത്തി. ശത്രുഘ്നൻ ലവണന്റെ മാർദ്ദം ലക്ഷ്യമാക്കി ബാണമയച്ചു. ആ സമയത്തു തന്നെ ദേവന്മാരും ശൂലമയച്ചു. ലവണൻ ചത്തുവീണു. ജയാരവ ഘോഷത്തോടെ ദേവന്മാർ ശത്രുഘ്നനുമേൽ പുഷ്പവർഷം ചെയ്തു. ദുന്ദുഭി മുഴക്കി വിദ്യാധാരികൾ നൃത്തം ചെയ്തു. സുരപുരി ആനന്ദത്തിൽ ലയിച്ചു. ശത്രുഘ്നെ വിളിച്ച് ബ്രഹ്മാവ് പറഞ്ഞു, വീര, വരം ചോദിച്ചു കൊള്ളുക. നീ ലവണനെ വധിച്ചതുകൊണ്ട് സ്വർഗപാതാളങ്ങളുടെ ഭയം തീർന്നു. ദേവന്മാരോട് നീ ചോദിക്കുന്ന ഏത് വരവും ഇപ്പോൾ തന്നെ നൽകും. ശത്രുഘ്നൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, മധുരയിൽ അവിടുന്ന് കുടികൊള്ളണം. ബ്രഹ്മാവ് അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു സ്വധാമത്തിലേക്ക് പോയി. ദേവന്മാർ സ്വർഗത്തിലേക്കും തിരിച്ചു. ശത്രുഘ്നൻ മധുരയെ മനോഹര നഗരമാക്കി പുനർനിർമ്മിച്ചു. വസതികൾ, കമാനങ്ങൾ, നാനാജാതി നരന്മാർ, കളകള ധ്വനി മുഴക്കിപ്പാടുന്ന പക്ഷികൾ, വനങ്ങൾ, ഉപവനങ്ങൾ, ജലാശയങ്ങൾ, ജലാചരങ്ങളെല്ലാം പുതിയ പുരിക്ക് അഴകു പകർന്നു. അതിസുന്ദരമായ രാജകൊട്ടാരം നിർമ്മിച്ചു. ശത്രുഘ്നൻ അതിൽ വസിച്ചു. ദൂരദേശങ്ങളിൽ നിന്ന് പോലും നല്ല മനുഷ്യർ മധുരാപുരിയിൽ സ്ഥിരതാമസമാക്കാൻ വേണ്ടി വന്നു ചേർന്നു. പത്മകോടി സുവർണ മന്ദിരങ്ങൾ തീർത്തു. ശത്രുഘ്നൻ നവാഗതരെ വരവേറ്റു. പ്രജകൾക്ക് ആനന്ദം നൽകുമാറ് മധുരാനഗരം നിർമ്മിച്ചു. സദ്ഭരണം സ്ഥാപിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. അയോധ്യയിലേക്ക് രാമനെ കാണാൻ പുറപ്പെട്ടു. സൈന്യത്തോടൊത്ത് വാൽമീകിയുടെ തപോവനത്തിലെത്തി മുനിയെ വന്ദിച്ചു. മഹർഷി പറഞ്ഞു, ശത്രുഘ്ന, നീ മഹാവീരൻ തന്നെ. ലവണനെ വധിച്ചു, ത്രിഭുവനങ്ങളും രക്ഷിച്ചു. അനേകം കഷ്ടതകൾ സഹിച്ചാണ് രാമൻ രാവണനെ വധിച്ചത്. ലവണനെ ഒരു ദിവസത്തെ യുദ്ധം കൊണ്ട് നീ വധിച്ചു. നഗരവും മറ്റും നീ വളരെ ഭംഗിയായി നിർമ്മിച്ചു. മഹർഷി ശത്രുഘ്നെ വിവിധ ഉപഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. ശത്രുഘ്നൻ സ്വർണ്ണക്കട്ടിലിൽ രാത്രി ഉറങ്ങാൻ കിടന്നു. ആ സമയത്ത് വീണാനാദത്താൽ രാമകഥ പാടുന്നത് കേട്ടു. ശ്രീരാമൻ്റെ ജന്മകഥയും പട്ടാഭിഷേക കഥയും വനവാസവും സീതാപരിത്യാഗവും തുടങ്ങിയ കഥകളൊക്കെ സ്വരമാധുര്യത്താൽ ആരോ പാടുന്നു. 2 ശിശുക്കളാണ് വീണ മീട്ടി പാടുന്നത്. ശത്രുഘ്നനും സൈന്യവും അമൃതകണങ്ങൾ പോലെ ആ ഗാനം ആസ്വദിച്ചു. ശത്രുഘ്നൻ ധാരയായി കണ്ണുനീർ വാർത്തു. മഹർഷിയോട് ചോദിച്ചു, മുനെ, ഇത്രയും മധുരമായ ഗാനം ഞാൻ ഒരിക്കലും ശ്രവിച്ചിട്ടില്ല. മധുരമായ ഗാനം കേട്ടുറങ്ങിയ ശത്രുഘ്നനും പരിവാരവും പുലർച്ചെ ഉണർന്നെഴുന്നേറ്റു. രാവിലെ തന്നെ മുനിയോട് ചോദിച്ചു, ഇന്നലെ എവിടെ നിന്നാണ് രാമായണ മധുരഗാനം കേട്ടത്? ആരാണത് രചിച്ചത്? ആരാണത് പാടിയത്? വാൽമീകി മഹർഷി പറഞ്ഞു, ഞാനാണ് 7 കാണ്ഡമായി രാമായണം രചിച്ചത്. ജനങ്ങൾ അതു കേട്ട് മുക്തി നേടും. ലക്ഷ്മണൻ സൈന്യവുമൊത്ത് യമുനാ നദി കടന്ന് 3-ാം ദിവസം അയോധ്യയിലെത്തി. രാമനെ വന്ദിച്ചിട്ട് പറഞ്ഞു, അവിടുത്തെ പ്രസാദം കൊണ്ട് ലവണനെ വധിച്ചു. മധുരയിൽ പ്രജകളെ താമസിപ്പിച്ചു. സദ്ഭരണം സ്ഥാപിച്ചു. 12 വർഷമായി അവിടുത്തെ കണ്ടിട്ട്. പ്രാണൻ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ജ്യേഷ്ഠനെ കാണാതെ എന്തു ജീവിതം?
ശ്രീരാമൻ അനുജനെ ആലിംഗനം ചെയ്തു. നിന്റെ വചനം അതീവ മധുരം. ഏറ്റവും ഇളയ അനിയൻ ഏറ്റവുമധികം ഗുണങ്ങളുടെ സാഗരമായിരിക്കുന്നു. 5 ദിവസം 4 സഹോദരന്മാർക്കും ഒന്നിച്ച് കഴിയാം. 5 ദിവസം കഴിഞ്ഞ് നിനക്ക് മധുരയിലേക്ക് തിരിച്ചു പോകാം. 4 പേരും 5 ദിവസം ഒന്നിച്ച് അയോധ്യയിൽ താമസിച്ചിട്ട് ശത്രുഘ്നൻ മധുരയിലേക്ക് തിരിച്ച് പോയി. ഹരേ കൃഷ്ണ. ഇതാണ് ലവണാസുര വധം. ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. നിർബന്ധമായും ഈ 7 കാണ്ഡങ്ങളും എല്ലാവരും കേട്ടിരിക്കണം. എങ്കിൽ മാത്രമേ രാമായണ കഥ കേട്ടതുകൊണ്ടുള്ള ആ പുണ്യം പൂർണ്ണമായും നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ജന്മാഷ്ടമി കഥകളും കേൾക്കുക. എല്ലാ ദിവസവും കഥകൾ ഞാനിടും. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതാത് ദിവസത്തെ പ്രത്യേകതകൾ ഉള്ള വീഡിയോകൾ എന്തെങ്കിലും ഇടും. എല്ലാവരും മാധവത്തിൻ്റെ കൂടെ എന്നും ഉണ്ടാകണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കഥകളായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കേൾക്കാം. എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകും, എല്ലാവരും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ.